നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഓണം പ്രമാണിച്ച് സപ്ലൈകോ വഴി കിറ്റ് വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ആ കിറ്റിൻ്റെ വില 500 രൂപയാണ്. ആ സാധനങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം വായിക്കാം. അരി 3 കിലോ, പഞ്ചസാര 1 കിലോ, തൂരപ്പരിപ്പ് 500 ഗ്രാം, ചെറുപയർ പരിപ്പ് 250 ഗ്രാം, ശബരി കടുക് 100 ഗ്രാം, നെയ്യ് 100 ഗ്രാം, പായസ മിക്സി 200 ഗ്രാം, കായ സാമ്പാർ പൊടി 100 ഗ്രാം, ശർക്കര പൗഡർ 100 ഗ്രാം, തുണിസഞ്ചി ഒരെണ്ണം. ഇതിൻ്റെ വിലയാണ് 500 രൂപ. ശരിക്ക് ഇത്രയും വില വരുന്നുണ്ടോ ഈ സാധനങ്ങൾക്ക്? അതോ ഇത് വലിയ ലാഭമാണോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടക്കാരോട് ചോദിച്ചു നോക്കാം. ആരെയും മോശക്കാരനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ശരിക്ക് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇത്രയും ലാഭത്തിലാണോ കൊടുക്കുന്നത് അതോ ഇത്രയും നഷ്ടത്തിലാണോ കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പട്ടിക്കാടുള്ള ഏതെങ്കിലും ഒരു വ്യാപാരിയോട് നമുക്ക് ചോദിച്ചു നോക്കാം അതിൻ്റെ വില എത്ര വരുന്നത്. ബിജേട്ടാ നമസ്കാരം. ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ബിജേട്ടാ, അതെ, നമ്മൾ കുറച്ച് ഐറ്റംസുകളുടെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞ് കൂട്ടിത്തരും. അതെ, ഒന്നുമില്ല ചേട്ടാ, അത് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ചേട്ടാ, അരി ഒരു 3 കിലോ, പഞ്ചസാര 1 കിലോ, തൂരപ്പരിപ്പ് 1/2 കിലോ, ചെറുപയർ 250 ഗ്രാം, കടുക് 100 ഗ്രാം, നെയ്യ് 100 ഗ്രാം, പായസം മിക്സ് 200 ഗ്രാം, 200 ഗ്രാം, ആ, സാമ്പാർ പൊടി 100 ഗ്രാം, ശർക്കര പൗഡർ 100 ഗ്രാം, ശർക്കര ആയാലും കുഴപ്പമില്ല, 100 ഗ്രാം, ആ 100 അത് കണക്കാ പല ചേട്ടാ. ആ എത്ര 250 എല്ലാം കൂടി പിന്നെ എത്ര ഉള്ളൂ? 9 ഐറ്റം 460 രൂപ അല്ലേ? ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ശരി യഥാർത്ഥ വില എന്താണെന്നുള്ളത്? 460 രൂപ. ശർക്കര 100 ഗ്രാം സപ്ലൈകോ ഈടാക്കുമ്പോൾ സാധാരണക്കാരനായ വ്യാപാരി ഈടാക്കുന്നത് 250 ഗ്രാം. എന്നിട്ടും 460 രൂപയിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് അത്ഭുതം. ഒരു GST കൊടുത്ത് വൈദ്യുതി ബില്ലും ബിൽഡിംഗ് പെർമിറ്റൊക്കെ കൊടുത്തിട്ട് ഒരു സാധാരണക്കാരനായ വ്യാപാരിക്ക് 460 രൂപ കൊടുക്കാൻ കഴിയണമെങ്കിൽ ശരിക്കും അവരെ സ്തുതിക്കണ്ടേ?